ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇപ്പൊ നാട്ടില് ക്രിസ്മസ് സീസൺ ആണ്. നാട്ടിലൊക്കെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ തകർത്ത് കരോളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞങ്ങളും ഇന്ന് ഒരു കരോളിൽ ഇറങ്ങുവാണ്. ഞങ്ങളുടെ ബാരിയിൽ ഞങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിയും ചർച്ചൊക്കെ ഉണ്ട്, ഇൻഫന്റ് ജീസസ് ചർച്ച് ബാരി. അപ്പോൾ വലിയൊരു ലൊക്കാലിറ്റി ആയതുകൊണ്ട് 3 ദിവസമായിട്ടാണ് കരോള് പോകുന്നത്. ഇന്ന് അതിന്റെ Day 1 ആണ്. അപ്പോൾ ഞങ്ങളിന്ന് ബാരിയിലെ പിള്ളേരുടെയും ഞങ്ങളുടെ ടീംസിന്റെയും കൂടെ കരോൾ ആഘോഷിക്കാൻ പോകും. ഇവിടെ അലിസ്റ്റണിൽ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട്. നല്ല മഞ്ഞാണ് കരോൾ ആഘോഷിച്ചിട്ട് വരാം. ഞങ്ങളുടെ കരോളിൽ നിങ്ങളും കൂടെ കൂടിക്കോ. വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വ്ളോഗിൽ കാണാം. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഓരോ വീട്ടിലും ചെന്നിട്ട് നമ്മൾ നാട്ടിലേതുപോലെ തന്നെ ഉണ്ണീനെ വെച്ച് പ്രാർത്ഥിച്ച് പിന്നെ അവിടുത്തെ വീടിൻ്റെ ഡെക്കറേഷൻസൊക്കെ ആസ്വദിച്ച് കരോളും കൊട്ടിപ്പാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീട്ടുകാരും ഒരുക്കിയിട്ടുള്ള അവരുടെ കുഞ്ഞി സ്നാക്സും ട്രീറ്റൊക്കെയാണ് കേട്ടോ. അതൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകുന്നത്. ക്രിസ്തു ഇല്ലാതെ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ സായിപ്പുമാരുടെ നാട്ടിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ജീവിക്കുമ്പോൾ ക്രിസ്തുമസിൻ്റെയൊക്കെ ഒരു അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതൊക്കെ ഇവിടെ വേണം എന്ന് എനിക്ക് ശരിക്കും തോന്നി കേട്ടോ. നല്ല സ്വയംഭൻ കാപ്പി. ഓക്കെ, അടുത്ത വീട് കുറച്ചൊക്കെ കഴിക്കണം കേട്ടോ. ഒയ്യൊക്കെ ഒരാള് യൂട്യൂബ് ചാനലായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ടു നിങ്ങളുടെ യൂട്യൂബ് ചാനൽ. ഞാൻ പിന്നെ ഒരു ഇൻട്രോ ഇതൊക്കെ യൂട്യൂബിൽ വരുവേ. നമ്മള് സിനിമയിലെടുത്തു. ഹലോ, എനിക്കറിയാം എന്തിനാന്ന്. ഞാൻ വരാം. ഞാൻ പോട്ടെ. വീണ്ടും ഇത് പകുതി നിൽക്ക്. എനിക്ക് വേണം വീട്ടിൽ വരുമ്പോ നിങ്ങൾ എല്ലാവരും മറ്റേ ബാബുച്ചേട്ടന്റെ വീട്ടിൽ വരുമ്പോ അതാണല്ലോ നിങ്ങളുടെ വീട്. അപ്പൊ അവിടുന്ന് കേട്ടോ ബാബുച്ചേട്ടന്റെ വീട്ടിൽ കാണുമ്പോ ഉണ്ണീശ് ആയിരിക്കും. ഇവരെ തട്ടിട്ട് ഇറക്കാനല്ലോ ഞങ്ങളുടെ ഉണ്ണീശ്. അടിപൊളിയായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. ഹോട്ട് ചോക്ലേറ്റ് അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളി. ഇനി ഞങ്ങള് ഞങ്ങളുടെ ലിസ്റ്റിലേക്ക് പോകണം. ഇനി ഇവിടെ ഇടയ്ക്ക് വ്ളോഗിയാൻ വിളിക്കാം കേട്ടോ. മുഖം കാണിക്ക്. മുഴുവൻ മഞ്ചളിച്ച് കിടക്കുകയാണ് ഗൈസ്. പള്ളിയിൽ കരോൾ ഗാനത്തിൻ്റെയൊക്കെ പ്രാക്ടീസ് കുറച്ച് മുൻപേ തന്നെ തുടങ്ങിയിട്ടോ. കുട്ടികൾക്ക് അവർക്ക് ഇംഗ്ലീഷിലുള്ള പാട്ടുകളൊക്കെ പാടാനാണ് എളുപ്പം എന്നുള്ളതുകൊണ്ട് അവരങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. മുതിർന്നവർ നമ്മൾ സാധാരണ പാടുന്ന കരോൾ ഗാനങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു.
എല്ലായിടത്തും ചെന്ന് ഞാനീ തിന്നണ മാത്രമാണല്ലോ നീ വീട്ടിൽ എടുക്കുന്നത്. എത്ര പരിപ്പോടെയൊക്കെ എടുക്കുന്നുണ്ടെന്ന് നോട്ട് ചെയ്യാൻ എടുത്തില്ല, തൊണ്ടയ്ക്ക് ചെറിയ സ്നേഹത്തേച്ചി ഉണ്ടാക്കിയ പപ്സ്. ഇതൊന്ന് പൊട്ടിക്ക്. കേക്കട്ടെ. വണ്ടിയൊക്കെ ജോലിന് പുല്ലാണ്. യൂട്യൂബ് ചാനലായിരിക്കും അടുത്ത വീട്ടിൽ ചെന്നിട്ട് വ്ളോഗ് ചെയ്യും. നിങ്ങൾ നടക്ക്, ഞങ്ങളെല്ലാം എല്ലാവരുടെയും വയറ് നിറഞ്ഞത്. നാട്ടിൽ നിന്ന് മാറി ഏറെ ദൂരത്താണെങ്കിലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത, ചിലപ്പോൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും എന്തൊരു ഹാപ്പി ആയിരുന്നു എന്നറിയോ. അവർക്കൊക്കെ ഒരിക്കലും നാട്ടിലത്തെ ആ ഒരു ക്രിസ്മസിൻ്റെ ഫീലൊന്നും കിട്ടില്ല. പക്ഷെ ആ ഒരു സെയിം വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ പള്ളിയുടെ ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. ഏറ്റവും അവസാനത്തെ വീട്ടിൽ നല്ല അടിപൊളി സദ്യയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കരോളിൻ്റെ ഡേ 1 ഞങ്ങളങ്ങനെ ഉഷാറായിട്ട് തന്നെ ആഘോഷിച്ചു. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ കരോള് ഞങ്ങൾ അടിച്ചു പൊളിച്ച് തകർത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. സൂപ്പർ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ നാട്ടില് മിസ്സായ വിചാരിച്ച കരോളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ വൈബിലൊക്കെയാണ് നമ്മൾ കരോള് കൂടിയത്. കൂടുതൽ ഫുഡ് ഉണ്ടായിരുന്നു. അതെ, എല്ലാ വീട്ടിൽ നിന്നും കുറച്ച് ഫുഡുകൾ വെച്ചാൽ സമൂസ, പപ്സ്, അങ്ങനെ അവർ ഓരോരുത്തർ വീട്ടുകാരുണ്ടാക്കിയ ഫുഡുകൾ. അവസാനത്തെ വീട്ടിൽ ചെന്നപ്പോഴേക്കും ഒരു വലിയ സദ്യ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങൾ കഴിച്ചെല്ലാം അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പൊ പിള്ളേരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ. കൂടെ ഈ സ്നോയും കൂടെ അടിപൊളിയായി. ഒരു വൈറ്റ് ക്രിസ്മസ് ആയി. അപ്പൊ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.